ഹായ്. എല്ലാവർക്കും ഒരു മിനിറ്റ്. സമയം ഒരുപാടായ. ഒരു മിനിറ്റ്, ഇപ്പം പറയാം കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞാലോ, ഞാൻ എന്നോട് പറയുന്ന ആൾക്കാർക്കുള്ള ഉത്തരം അല്ലത്തെ മോക്കൂരൊക്കെ വരുന്ന ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അത് പോട്ടെ. അപ്പം എന്നോടൊന്ന് ഒരാൾ ചോദിച്ചു കാരണം അയാൾക്ക് ഉത്തരവാണ് ഞാനത്. നീ എന്തിനാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നെ അറിയാവുന്നവർക്കറിയാം, എനിക്ക് വർക്കുണ്ട്, അതിനപ്പുറത്ത് നമുക്കൊരു ചെറിയൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ എന്നോട് നീ എന്തിനാണ് ഇങ്ങനെ വിലക്കുറച്ച് ബിസിനസ് ചെയ്യുന്നത്, ഇതുകൊണ്ട് നിനക്ക് നഷ്ടമല്ലേ വരുന്നത് എന്നാണ് ഇന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്. അയാൾക്കുള്ള ഉത്തരവാണ്. അപ്പോൾ ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലുത് ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പോകുന്നതിനുള്ള ഉത്തരവാണ് നിങ്ങൾക്ക് പറയും. ഒന്ന്, എൻ്റെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അരിയാണ്, നമ്മുടെ റൈസാണ്. അറിയാലോ, നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അരി ഇല്ലാതെ പറ്റില്ല. ഇതാണ് ഒന്ന്. അപ്പം ഞാൻ വില കുറച്ച് വിൽക്കുന്നതിൻ്റെ കാര്യം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മറ്റുള്ളവനെ സഹായിക്കുക. അപ്പം എനിക്ക് വെറുതെ ചെന്ന് മറ്റുള്ളവനെ സഹായിക്കാൻ പറ്റില്ല. വെറുതെ മറ്റുള്ളവരെ സഹായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നോ രണ്ടോ പേരിനെ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ എനിക്ക് ചെറിയ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും, ഒരുപാട് പൈസക്കാരനാകാൻ പറ്റും, ഇന്നില്ലെങ്കിൽ നാളെ. ഈ വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പം ഞാൻ വില കുറച്ച് വിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ലാഭമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് ലാഭമുണ്ടോ ഉണ്ടോ, എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ബിസിനസ് ചെയ്യുന്നത് മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ എനിക്ക് ചെറിയ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും. അപ്പം അങ്ങനെ സഹായിക്കുമ്പം എന്താവും, ഞാൻ വലിയ പൈസക്കാരനാകും എന്നുള്ള വിശ്വാസത്തിലാണ് എൻ്റെ ബിസിനസ് പോകുന്നത്. അപ്പോൾ ഇനി നാളെ മേലാക്കി എന്നോട് ഇതുപോലെ ആരും പറയരുത്. ഇതൊന്ന് പറയട്ടെ എന്ന് വിചാരിച്ചാൽ ഇത് മൂപ്പർ എന്തായാലും കാണുന്നു, മൂപ്പർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെന്താ ഇങ്ങനെ മോക്കൊരു എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതെന്നാണ് അറിയാത്തത്. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.